ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് വെട്ടുന്ന ഒരു മോഡലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലും കട്ട് ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് തന്നെ ഇതിൽ തന്നെ വേറൊരു മോഡലും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 9 ഇഞ്ച് ഇതുപോലത്തെ നമ്മൾ വക്രം എടുത്തു, രണ്ടായിട്ട് മടക്കി അത് 9 ഇഞ്ചും ഒരു 4 ഇഞ്ചും ആയിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കണം. പേപ്പർ സ്പ്രേ തന്നെയാണ് നൈസ് വക്രം. വെട്ടിയെടുത്തിട്ട് നമ്മൾ 9 ഇഞ്ച് മതി, 4ഉം 9ഉം എടുത്തിട്ട് നമുക്ക് ഏകദേശം ഏത് അളവിലുള്ള മോഡൽ നെക്ക് വേണം നമുക്ക് വെട്ടാം. അത് മുറിച്ചെടുത്ത് കൈ കൊണ്ടൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പൊങ്ങി നിൽക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ഈ സ്റ്റാപ്പിളിന് 2-3 എടുത്തൊന്ന് അടിച്ചു കൊടുക്കണം. സ്റ്റാപ്ലെയർ പിൻ അതടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ താഴെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് ഒരു സ്ക്വയർ ഒറ്റ വരാം. അത് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കണം. ഇങ്ങനെ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ അളവ്, നെക്ക് എത്രയാണോ വേണ്ടത് ഓരോരുത്തർക്കും ഓരോ അളവല്ലേ. ഇപ്പം ഞാൻ 6.25 ഇഞ്ചിലാണ് വെട്ടുന്നത്. അവർക്കൊരു 6 ഇഞ്ച് 6.25 ഇഞ്ചോ മതി. വണ്ണം അധികം ഇല്ലാത്ത ഒരാളാണ്. അത് ഒരു സ്ക്വയർ ചെയ്യാം. ഏത് നെക്ക് വെട്ടിയാലും ആദ്യം നമ്മളിങ്ങനെ ഒരു സ്ക്വയർ എടുത്തിട്ടേ ഉള്ളൂ നമ്മൾ തീരുമാനിക്കും. പിന്നെ നമ്മൾ 1.5 ഇഞ്ച് മേലുവശത്ത് കയറ്റി വെക്കും. അവിടെയും ഒരു വര കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വൈഡ് ക്ലിയർ ചെയ്യണം. ആദ്യം എത്ര ഇഞ്ചാണ് വണ്ണമുള്ളത്, ഇത് ഒരു 32 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 6-6 കൂടുതൽ ഒട്ടും നമുക്ക് വേണ്ട. 30-31 6 കൂടുതൽ കൂട്ടാൻ പാടില്ല. ഒരു 6.25 ഇഞ്ച് മാക്സിമം. അത് ഇച്ചിരി ചെറിയ നെക്ക് ആയതുകൊണ്ടാണ് 6.25 കൊടുക്കുന്നത്. കാരണം ഇതിന് വൈഡ് ഇച്ചിരി കുറവാണ്, താഴോട്ട് വരുമ്പോൾ താഴ്ച കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴുത്ത് കിടക്കാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ വിടും. ഇത്രയും സ്ക്വയർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇത് മേൽവശം ഒന്ന് ക്ലിയർ ചെയ്ത് കളയണം ആദ്യം. എന്നിട്ട് നമ്മൾ നേരത്തെ ഞാൻ ആ കണ്ട മോഡലും അതുകൂടാതെ വേറെ ഒരു അതിൽ തന്നെ നമുക്ക് വേറെ എന്നാണ് ഒന്ന് നോക്കി 4 ഇഞ്ച് മാറ്റി അങ്ങോട്ട് വരച്ചു. മൊത്തത്തിൽ ആ വരെ ഒരു 1/2 ഇഞ്ചും കൂടെ നീട്ടി വരയ്ക്കാം. നീട്ടി വരച്ചിട്ട് കണ്ടു നമ്മൾ ആലിനെക്കിൻ്റെ മോഡൽ തന്നെ ഇങ്ങനെ ഒരു വര കൊടുക്കണം. ഏറ്റവും സൂപ്പറായിട്ടുള്ള നെക്കായത്, പുതിയ നെക്കാണ്. നിങ്ങൾ തയ്ച്ച് നോക്കിയോ, വളരെ ഭംഗിയായിരിക്കും. വലിഞ്ഞു പോകാൻ നല്ലപോലെ അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ റൗണ്ട് വരച്ചു കൊടുക്കും. ഇനി ഇത് വെട്ടുന്ന കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആലിനെക്കിൻ്റെ ഒരു മുന കൊടുക്കുന്ന പോലെ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തിട്ട് അങ്ങനെ വെട്ടുക. അതാണ് വെട്ടിയെടുക്കുക, ക്ലിയർ ചെയ്യുക. പിന്നെ പറിച്ചെടുക്കണം. പിന്നെ പറിച്ചെടുത്ത് ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡും കൂടെ ഒന്ന് വെട്ടാനുണ്ട്. വെട്ടിയിട്ട് ഇപ്പം തന്നെ കാണിക്കും. ഒരു സൈഡും കൂടെ ഒന്ന് വെട്ടിക്കോട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ഇടണം, ലൈക്ക് അടിക്കണം. ഓക്കെ, നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.